ഇതാ വന്നു, ബർക്കത്തിൻ്റെ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു മാസം കൊണ്ട് നേടാവുന്ന നന്മകൾക്ക് അറ്റല്ല, കണക്കില്ല. നമ്മളൊന്ന് നോമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക നിങ്ങൾ. പിന്നെ നമ്മൾ മാസം കണ്ടാൽ പിന്നെ അടുത്ത മാസം കാണുന്നവരെ വിശ്രമമില്ലാത്തൊരു മാസമാണ് റമദാൻ. അതായത് 30 ദിവസത്തെ പകലുകളിലും നമ്മൾ നന്മയിലാണ്. നോമ്പല്ലേ, ഒരു സെക്കൻഡ് നമ്മൾ നല്ലതിൽ നിന്ന് മാറി നിൽക്കണില്ലല്ലോ. അതായത് നേരം ഉദിച്ചു കഴിഞ്ഞ് അസ്തമിക്കുന്നത് വരെ നമ്മൾ നന്മയിലാണ്. ഇനി അത് നോമ്പ് തുറന്ന് പിന്നെ എവിടെ സമയം? നോമ്പ് തുറന്ന് നമ്മൾ അടിസ്ഥാനപരമായി ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മൾ കഴിച്ച് ദാഹം തീർന്ന് വേണമെങ്കിൽ നമ്മൾ ആ മുസാഫ് എടുത്ത് വെച്ചൊന്ന് നിവർത്തുമ്പോഴേക്ക് ബാങ്ക് കൊടുത്ത് പിന്നെ നമ്മൾ രാത്രി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി 10 മണിക്ക് 11 മണിക്ക് നമ്മൾ ഉറങ്ങേണ്ട ടൈമല്ലേ. പിന്നെ നമ്മൾ ഉണരുന്നത് എന്തിനാണ്? നോമ്പിന്റെ സമാരം. ഇത്രമാത്രം ടൈറ്റായി കർമ്മനിരതമായ ഒരു നന്മയുടെ മുഹൂർത്തം മറ്റുണ്ടോ? അത്താക്കും ഷഹീർ മുബാറക്, നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ മാസം വന്നിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ നന്മയിലാണെന്ന് നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് നമ്മുടെ നഷ്ടം. ഏത്? ഞാൻ എല്ലാ സമയവും നല്ലത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നൊരു നീയത്തുണ്ടല്ലോ, ആ നീയത്ത് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ ഈ പകല് പട്ടിണി കിടന്ന് നോമ്പ് വിൽക്കുകയാണെന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് ഈ ബർക്കത്ത്? നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വതുഗല്ലു ഫീഹി മരദതു ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. ലില്ലാഹി ഫീഹി ലൈല, ഈ 30 ദിവസങ്ങളിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാളും ഉത്തമമായ. മൻ ഹുരിമ ഖൈറഹ, അതിന്റെ ഖൈർ ആർക്കെങ്കിലും നിഷിദ്ധമാക്കപ്പെട്ടാൽ അവന് എല്ലാ നന്മകളും നിഷിദ്ധമാക്കപ്പെട്ടവനെ പോലെയാണ് എന്ന് പറയുന്ന ഏറ്റവും മഹത്വരമായ ഒരു വചനത്തിലൂടെയാണ് ഈ പുണ്യങ്ങളുടെ മാസത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മ നമുക്ക് വേണം. തുടങ്ങിയിട്ടുള്ളൂ, 2ാമത്തെ നോമ്പിലാണ് നമ്മൾ. വിശ്രമമില്ലാത്ത നന്മകൾക്ക് വേണ്ടിയുള്ള അതിശക്തമായ ഒരു പരിശ്രമത്തിനായിരിക്കണം നമ്മൾ ഇനിയുള്ള നാളുകളെ. എന്താ നന്മ കൊണ്ട് കാര്യം? ഒന്ന്, നമുക്ക് അള്ളാഹിന് ഇഷ്ടം കിട്ടും, അത് മതി സുഹൃത്തുക്കളെ. അള്ളാഹിന് ഇഷ്ടം കിട്ടും. നിങ്ങൾ രോഗിയായി കിടക്കാണോ? അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മതി, ആ രോഗം നമുക്ക് പ്രശ്നമാവില്ല. നിങ്ങൾ കടത്തിലാണോ? അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ മതി, ആ കടം നമുക്ക് പ്രശ്നമാവില്ല. നിങ്ങൾ കുടുംബ പ്രശ്നങ്ങളുണ്ടോ? അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക്, അള്ളാഹിന് ഇഷ്ടം കിട്ടിയാൽ മതി. അള്ളാഹിന് ഇഷ്ടം എങ്ങനെ കിട്ടുക? ആരാധന എന്നതിന്റെ നിർവചനം തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു തൃപ്തിപ്പെടുന്നു എന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന കാര്യമാണ് ഇബാദത്ത് പറഞ്ഞാൽ. ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് വാങ്ങാൻ പറ്റും. മനസ്സ് ശുദ്ധമാകുന്നതാണ്. നമ്മുടെ നന്മകൾ വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സ് ക്ലിയർ ആകും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം. ദീന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓതി പറഞ്ഞു തന്നിട്ട് നമ്മളെ ചെയ്യണം എന്താ? സംസ്കരിക്കാൻ. എല്ലാ നന്മകളും നിസ്കരിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. സക്കാത്ത് കൊടുത്താൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. നന്മകൾ വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാകും. പാപങ്ങൾ പൊറുക്കും. നന്മ ഇങ്ങനെ കൂടുമ്പോൾ എന്താ അറിയോ? തിന്മകൾ അങ്ങനെ ഇല്ലാതെയാവും. നന്മകൾ എത്ര വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് തിന്മകൾ ഇല്ലാതാവും. ദഫ്ഉൽ ബലാ, മഹാവിപത്തുക്കളെ തടുക്കാൻ നന്മകൾക്ക് പറ്റും. എത്ര കണ്ട് നന്മകളെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുവോ അതാണ്. അപ്പൊ ആ നന്മകൾ എന്ന് പറയുമ്പോൾ റമദാനിൽ എന്തൊക്കെ നന്മ? ഒന്ന് നോമ്പല്ലേ സുഹൃത്തുക്കളെ. നോമ്പ് എന്തുമാത്രം നന്മ നേടിത്തരുന്ന ഒരു പ്രവർത്തന. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയമാണ്. എന്തിനുള്ള പരിചയമാണെന്ന് നിങ്ങൾ? ഒരടിമ നരകത്തുനിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള പരിചയം. അപ്പൊ ഈ നോമ്പോണ്ട് നരകത്തുനിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞ പാപങ്ങളെല്ലാം പോറുക്കും. ഇതൊക്കെ നോമ്പോണ്ടുള്ള ഗുണമാണ്. കുല്ലു അമലി ഇബ്നു ആദം ലഹു ഇല്ല സിയാം. നോമ്പ് അതിന് ഞാനാണ് കൂലി എടുക്കാനുള്ളത്. അപ്പൊ ആ കൂലി എത്ര? കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലം നോമ്പിന് വേണ്ടി നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. ലിസ്വാഇം ഫർഹത്താനി, നോമ്പുകാരൻ 2 സന്തോഷമുണ്ട്. ഒന്ന് സ്വർഗത്തിലെത്തുമ്പോഴുള്ള സന്തോഷം, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. അതേപോലെ തന്നെ നോമ്പുകാരന് മാത്രമായി കടന്നു പോകാൻ സ്വർഗത്തിന് പ്രത്യേകമായ ഒരു കവാടമുണ്ട്. എത്ര മാത്രം എന്നറിയാം. നോമ്പിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനു വേണ്ടി കൂലിയാണ്. നോമ്പിനുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ട്, ഉദാഹരണം പറയാം, ഭക്ഷണം കഴിക്കാതെ വായ എപ്പോഴും വാസനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ഒരു അരുചി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും നമ്മുടെ വായക്ക്. ആ ഒരു ബുദ്ധിമുട്ടില്ലേ, അതിന് അള്ളാഹു പ്രതിഫലം പറയാണ്. നോമ്പിന്റെ ഓരോ പ്രയാസങ്ങൾക്കും അള്ളാഹു പ്രതിഫലം പറയാണ്. ക്ഷമ ഉണ്ടല്ലോ,
ഇന്നമാ യുവഫസ്സാബിറുന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത കൂലി ക്ഷമക്കാണ്. എത്ര ക്ഷമിക്കണ സുഹൃത്തുക്കളെ. എന്തൊക്കെ പ്രയാസങ്ങളും ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരു വെയിലത്ത് നിന്നിട്ട് നോമ്പ് നോറ്റിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ സങ്കടം, വേർത്തിങ്ങനെ ഒലിക്കണ ആളുകൾ, എത്രയോ വെള്ളം കൊണ്ടുപോയി വെച്ച് ജോലി കഴിഞ്ഞവരെ കുടിക്കുന്ന ആളുകൾ, ആ വെള്ളക്കുപ്പില്ലാതെയാണ് ജോലിക്ക് വരുന്നത്. ഈ നട്ടുച്ചക്ക് എത്രയാ അവർ ക്ഷമിക്കണത്. ആ ക്ഷമക്കാണ് പ്രതിഫലം. അത് കണക്കില്ലാത്ത പ്രതിഫലമാണ്. രോഗികളായ ആളുകൾ, നോമ്പ് നോൽക്കേണ്ടതില്ലാത്തവർ പോലും പലരും നോമ്പ് ഉപേക്ഷിക്കാനുള്ള പ്രയാസം കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു. പിന്നെ ആലോചിച്ചൊക്കെ നിങ്ങൾ, എന്താ റമദാനിക്കുള്ള പുണ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയണത്. രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം ഇത്ര മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു സമയം ഉണ്ടാവും സുഹൃത്തുക്കൾ. ഏതെങ്കിലുമൊക്കെ രാത്രി ഉറങ്ങി പോകില്ലേ? നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കാണ്. വളരെ താല്പര്യത്തോടു കൂടിയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ചില പള്ളികളിലൊക്കെ എന്താ വെച്ചാൽ ഒരു ജുസ് സമ്പൂർണ്ണമായി 1 or 2 ഇമാമ് നിന്ന് ഓതിയിട്ട് ആളുകൾ ആ നിസ്കാരം 12 മണി വരെ 11:30 വരെയൊക്കെ നിന്നിട്ട് നിസ്കരിക്കുന്നത് എത്ര ആസ്വദിച്ചും സന്തോഷിച്ചുവാണെങ്കിൽ. ചെറു പിഞ്ചു പൈതങ്ങൾ നമ്മുടെ സൊഫിന് ഇടയിൽ വന്നിട്ട് അവർ നിസ്കരിക്കണില്ലെങ്കിൽ ആ 11 റക്അത്ത് പൂർണ്ണമായിട്ട് രാത്രി നമസ്കാരത്തിൻ്റെ പുണ്യം ഏറ്റവും ലഭിക്കുന്നൊരു കാര്യം. കാരണം അഫ്ളലുസ്സലാ ബഅദൽ മക്തൂബ്, ഫർദ് നിസ്കാരം 5 വക്ത് കഴിഞ്ഞാൽ പിന്നെ കൂടിയിട്ടൊരു ഏറ്റവും വലിയ നിസ്കാരം ഏതാണെന്ന് വെച്ചാൽ രാത്രി നിസ്കാരമാണ്. അത് ജൗഫുല്ലേ, രാത്രി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനാണ് ഇജാബത്തു ദുആ. അല്ല അങ്ങനെ ആകാശത്ത് നിന്ന് വിളിച്ചു ചോദിക്കണില്ലേ? ആകാശത്ത് നിന്ന് അല്ല ചോദിക്കണില്ലേ? എന്നോട് ചോദിച്ചാൽ ഇപ്പൊ കിട്ടും എന്ന് പറയുന്നത്. മൻ യസ്അലുനി ഫഉഅ്തിഹു, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു, എന്നോട് ഒരാൾ പാവമോചനം തേടിയാൽ ഞാൻ അവനെ പുറത്തു കൊടുക്കുന്ന പറയും. ഈമാനും തഖ്വയുള്ളവന് പറ്റുന്നൊരു പരിപാടിയാണ് ഈ രാത്രി നിസ്കാരം. പൂർവികന്മാരായ നമ്മുടെ പണ്ഡിതന്മാരിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെയൊക്കെ പതിവ് എന്ന് പറയുന്നത് രാത്രി നിസ്കാരം. അതൊക്കെ മുടങ്ങാതെ ആ സമയത്ത് വന്ന് അസ്വസ്ഥമാവാതെ മനസ്സാന്നിധ്യത്തോടെ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം എത്രയാണ് സുഹൃത്തുക്കളെ? മൻകാമ മഅൽ ഇമാം ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ. ഇമാം സലാം വീട്ടുന്നത് വരെ ആരെങ്കിലും ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ എന്താണ്? ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടും. പിന്നെന്താ റമളാനിക്ക് നമ്മൾ ചെയ്യണത്? ഖുർആൻ ഓതല്ലേ സുഹൃത്തുക്കളെ? ഖുർആൻ ഓത്. നോക്ക് നിങ്ങൾ, ഒരു വാക്കിനല്ലേ അർത്ഥം ഉണ്ടാവുള്ളൂ? ഒരു വാക്കിനല്ലേ, അക്ഷരങ്ങൾ ചേർന്ന ഒരു പദത്തിനല്ലേ അർത്ഥമുണ്ടാവുള്ളൂ? അർത്ഥങ്ങളും ആശയങ്ങളും പഠിപ്പിക്കാനുള്ളതല്ലേ ഖുർആൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രതിഫലം നിശ്ചയിപ്പിച്ച പഠിച്ചോന്തരങ്ങൾ അക്ഷരത്തിനാ കൂലി വെച്ചത്. അക്ഷരത്തിന് അലിഫ് ലാമീന്ന് ഓതുമ്പോൾ അലിഫും ലാമും മീമിനും ഓരോന്നിനും പൗപ്പത്ത് കൂലിയാണ്. എത്രയാ പ്രതിഫലം വെച്ചത്? ആ ഖുർആൻ എടുത്തിട്ട് നമ്മൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓതാൻ തീരുമാനിച്ചേ. എപ്പോഴാണോ റമളാനൊക്കെ ഒഴിവ് കിട്ടണം അപ്പോൾ സുബഹിസ്കരിച്ച് അത്തായം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടോ അപ്പം ഒന്ന് ഓതി അല്ലേ? മഗ്‌രിബ് കഴിഞ്ഞ് തറാവീഹിന് പോലെടുക്കൊരു സമയമാണ് അപ്പം ഒന്ന് ഓതി. ലോറിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞിരുന്നേക്കൊന്ന് ഓതി. അസർ കഴിഞ്ഞ് എപ്പോഴാണോ മുസാഫ് എടുത്തത് അപ്പോഴൊക്കെ ഓരോ ഹറഫിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. മാത്രമല്ല അൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, തൻ്റെ അനുചരന്മാർക്ക് ആ ഖുർആൻ ഓതിയ ആളുകൾക്ക് എന്ത് ചെയ്യുമെന്നറിയോ? അവർക്ക് ശഫാഅത്ത്. ഇമാമിങ്ങളൊക്കെ നോക്കി നിങ്ങൾ, രാവിലെ ഇരുന്നിട്ട് തറാവീഹിന് ഓതാനുള്ള ഇഫ്ള് ഉച്ചവരെ ഓതുന്ന ഇമാമിങ്ങളുണ്ട്. ഒരു റമളാനിക്ക് വേറൊന്നും ആലോചിക്കണില്ല. ആ ഖുർആൻ മനപ്പാടമാക്കിയത് ഇങ്ങനെ മുറാജ ചെയ്യൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്ര ആയിരിക്കും അവിടെയൊക്കെ പ്രതിഫലം? ഇക്ര ഓത് വർത്തക്കി കേറിക്കോ, കയറാൻ വേണ്ടി പറയും. വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവെന്ന് ഇങ്ങനെ തെർത്തിയിലായിട്ട് ഓതിന്നില്ലേ? ആ ഓതിയെ പോലെ ഓതി അങ്ങനെ കേറിക്കോ, സ്വർഗത്തിന്റെ തട്ടുകൾ കേറിക്കോ. അവസാന ഓതി ആയത്തില്ലേ, ആ ആയത്ത് എത്തുന്നത് വരെ കേറിക്കോന്ന് പറയും, സ്വർഗത്തിന്റെ തട്ടുകളിലേക്ക്. നിസ്സാരല്ല സുഹൃത്തുക്കളെ മുസാഫിർത്തിരിക്കണം, നിസ്സാര കാര്യമല്ല. ഒരായുസ്സും കൂടി ഏറെ തന്നിരെ പടച്ചോൻ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു ഖത്തം കൂടെ തീർക്കണം എന്ന്, അതൊരു നന്ദിയാണ്. ആയുസ് തന്നീൻ്റെ നന്ദിയാണത്. ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ പാരായണം, അതാണ് പ്രാർത്ഥന. നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചോദിക്കല്ലേ. പക്ഷെ സുഹൃത്തുക്കൾ, ആ കൈ ഉയർത്തി നിൽക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, 2 നിസ്കാരത്തിന് ഇക്കാമത്ത് കാത്തിരിക്കുമ്പോഴത്, രാത്രി സമയങ്ങളിൽ, നോമ്പ് തുറക്കണ സമയത്ത് എന്തായാലും ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ്. ആ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനകളെ കൊണ്ട് അത് ഇബാദത്താണ്. ഇബാദ ദുആഉൽ മസ്അലത്താണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ അള്ളാഹുവോട് ചോദിക്കല്ലേ. നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുവോട് ചോദിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, രാവിലെയും വൈകുന്നേരം അദ്കാറുകൾ ചൊല്ലുന്നു. എത്രയെത്ര പുണ്യങ്ങളാണ് സുഹൃത്തുക്കളെ ഈ മാസത്തിൽ നമുക്ക് സാധ്യമാകുന്നതെന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഫ്താർ, 200 ആളും 300 ആളൊക്കെ പങ്കെടുക്കുന്ന ഒരു പള്ളിക്കത്തൊരു ഇഫ്താർ നമ്മൾ കൊടുക്കുമ്പോൾ 300 നോമ്പിന്റെ പ്രതിഫലമാണ്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി. എത്ര ഒരാളെ നോമ്പർപ്പിച്ചാൽ ആ നോമ്പിന് അവന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഅ.
ഏത് നോറ്റോൻ്റെ നോമ്പിനും വല്ല കുറവുണ്ടാവും. ഓനൊന്നും കുറയാതെ മത്സരിക്കല് സുഹൃത്തുക്കൾ. അറബ് നാടുകളിലൊക്കെ ചെന്നാൽ ആളുകൾ എത്ര ഭക്ഷണം ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. നമ്മൾ പറയുമ്പോഴേക്കും ആൾക്കാർ ചാടി വീഴുകയാണ്. ഒരവസരം നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കാറിനാൽ നമ്മളിങ്ങനെ വലിയ പള്ളിക്കത്തെ 10,000 15,000 25,000 കൊടുക്കുന്നത് മാത്രമല്ല സുഹൃത്തുക്കൾ. നിങ്ങളുടെ മുറ്റത്തൊരാൾ ഇങ്ങനെ പോകുമ്പോൾ നോമ്പിൻ്റെ സമയമെങ്കിൽ ഇനി പോയാണെങ്കിൽ അവിടെ എത്തൂല കേട്ടോ. ഇങ്ങോട്ട് കയറിക്കോറിട്ട് നമ്മളത് ഷെയർ ചെയ്താൽ മതി, ഒരു നോമ്പ് കിട്ടും. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാരയ്ക്ക് വരും 2 കാരൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ അടുത്ത സഹപ്രവർത്തകൻ ആ നോമ്പുണ്ടോ ചോദിച്ചു കൊടുത്താൽ, ആ ബസ് സ്റ്റോപ്പിലെത്തി പിന്നെ കൊടുത്താൽ 10 കൊടുത്താൽ 10 നോമ്പ് നമുക്ക് കിട്ടും. ഇത് വെറുതെ ആർഭാടപൂർവമായ ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. മനസ്സിലായി? നമ്മുടെ സുഹൃത്തിനെ നമ്മൾ വിളിക്കുകയാണ്, എന്ത് എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പിന് ബുദ്ധിമുട്ടിക്കല്ല, നാളെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചിലർ വാന്ന് പറഞ്ഞാൽ മതി, നമ്മളത് ഷെയർ ചെയ്താൽ മതി, ഓരോ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. ഒരു നോമ്പ് നമ്മളെ കൊണ്ട് തുറപ്പിക്കപ്പെട്ടാൽ നമുക്കൊരു എത്ര വലിയ പുണ്യാണ് സുഹൃത്തുക്കളെ. ഒരാളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക പറഞ്ഞാൽ അത് ചെറിയ പ്രതിഫലമല്ലല്ലോ. സദക്ക ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. സദക്കകൾ നമ്മൾ കൊടുക്കണം. റമദാനൊക്കെ ഒരു വിഹിതം മാറ്റിവെക്കണം. ഈ റമദാനക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ് ഈ 25,000, അങ്ങനെ മാറ്റിവെക്കണം. അപ്പോഴേ കൊടുക്കുള്ളൂ. കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ സമാധാനിച്ചിട്ടൊരു കാര്യമില്ല. ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, വെറുതെ ഇങ്ങനെ തോന്നുകയാണ് കൊടുക്കുന്നുണ്ടാവും. അത് മാറ്റിച്ചിട്ടാണ് തീർക്കണം. അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾ 500 100 10 റുപ്യോ ഒരു 300 റുപ്യ മാറ്റിച്ച് ഒരു ദിവസം ഒരു 10 റുപ്യ ഞാൻ കൊടുക്കും തീരുമാനിച്ചാൽ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഷാഫി ഇമാം റമദാനിലെ സദക്ക റസൂലുള്ളാഹിനെ അനുകരിച്ച് റസൂലുള്ളാഹിനെ അജ്വദുൻ നാസി ബിൽ ഖൈറാൻ, റമദാനക്കാണ് ഏറ്റവും അധികം കൊടുത്തിരുന്നത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹബ്ബു ലിറജുലി അസിയാദ ഉഹിബ്ബു ലിറജുലി, ഒരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അസിയാദ ബിൽ ജൂദി ഫി ശഹ്രി റമദാൻ, റമദാനിൽ അവന് ഭയങ്കരമായ ഔദാര്യം കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. ഇഖ്തിദാഅൻ ബിർ റസൂൽ, അത് റസൂലിന്റെ മാതൃകയാണ്. റമദാനക്ക് കുറച്ചധികം സദക്ക കൊടുക്കുക എന്നുള്ളത് എന്താണ്? നബിന്റെ മാതൃകയാണ്. ഒരു ഹാജത്തിന്റെ ആസിഫിഹി ഇലാമസ്, അന്ന് ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നാണ്. ആ പൈസ എന്തുകൊണ്ട് ആവശ്യമുണ്ടാണ് കാര്യങ്ങൾ. ഒരു തശാഖുലി കസീർ മിൻകും ബിസ്സൗമി വസ്സലാലിൻ മഖാസി, പല ആളുകൾക്കും തൊഴിലിന് പോകാൻ പറ്റൂല, തൊഴിലുണ്ടാവില്ല. അപ്പോൾ ആ സാധുക്കൾക്ക് ഒരു മാസത്തേക്കുള്ള വിഹിതം കിട്ടിയാൽ തരും, സമാധാനത്തോടെ നോമ്പോൽക്ക. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് ഒരു 2,000 റുപ്യ കൊടുത്ത ഒരാളെ കൈ കൊടുത്ത് പാവപ്പെട്ട കൈ കൊടുത്താൽ ഓ 4 ദിവസം പണിക്കോകാതെ എന്ത് ചെയ്യുക? ഓൻ്റെ ആരാധനക്കാർക്ക് സമയം കാണുമാകും. ഒരു ആശ്വസിപ്പിക്കലാണ്, ഒരു സമാധാനമാണെന്ന്. അതുകൊണ്ട് റമദാനിലെ സദക്കകൾ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ആലോചിക്കുക, തുടങ്ങണുള്ളൂ, എന്തുമാത്രം നന്മകൾ നമുക്ക് നേടാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. ഒരു നിമിഷം പോലും നന്മയില്ലാതെ കടന്നു പോകുന്ന ഈ റമദാൻ നല്ല ഉദ്ദേശശുദ്ധിയോടെ മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കണമേ എന്ന ഹൃദയത്തിൻ്റെ ഭയത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ആയുസ്സിൽ ഏറ്റവും നല്ല റമദാൻ ഈ റമദാൻ ആയിരിക്കും. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നല്ലത് വിചാരിച്ചിട്ടുണ്ടോ? നമുക്ക് നല്ലൊരു ഭാവിയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? നമ്മളെക്കുറിച്ച് നല്ലതാണോ അള്ളാഹു വിചാരിച്ചത് എന്നൊരു അടിമക്ക് അറിയാനുള്ള മാർഗം തരും. അവന് ദീനിനോടുള്ള ദീൻ പഠിക്കാനുള്ള താല്പര്യം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം കൊടുക്കുന്നു. ദീന് പഠിക്കാൻ താല്പര്യം. ഇപ്പം നമ്മളെന്താ ജുമാക്ക് വന്ന് എല്ലാ ആളുകളെയും ഈ പള്ളിൻ്റെ ചുറ്റോറം താമസിക്കുന്ന ആൾക്കാരായിട്ടല്ല ഇവിടെ ജുമാക്ക്. നമ്മളെന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ പഠിക്കണം വിചാരിച്ച് വരുന്നതാണ്. അത് അള്ളാഹു നമുക്ക് തന്നൊരു ഖൈറാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയാന്നുള്ളത് ഖൈറാണ്. സുഹൃത്തുക്കൾ, ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ദീന് പഠിക്കാനുണ്ട്. റമദാനിൻ്റെ അനുബന്ധിച്ചുള്ള പ്രത്യേക ഖുർആൻ പ്രഭാഷണങ്ങൾ, കാരണം ഖുർആൻ്റെ മാസമാണ്, ഖുർആൻ്റെ പ്രഭാഷണങ്ങളുടെ എല്ലാറ്റിലും നമ്മുടെ സാന്നിധ്യം വേണം, ഒരു മനസ്സ് വേണം. നമ്മൾ റമദാൻ്റെ കാലത്തെങ്കിലും എന്താണ് ഒന്ന് മനസ്സിനെ ഫ്രീ ആക്കുക, ഓട്ടങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അങ്ങനെ റമദാനിൽ പ്രത്യേകമായി ദീൻ പഠിക്കാനും ഖുർആൻ പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്താൻ അള്ളാഹു അതിൻ്റെ തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ആരാധനകളെ, നോമ്പിനെ, നമസ്കാരങ്ങളെ പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ ഞങ്ങളിന്ന് കബൂർ ചെയ്യണമേ റഹ്മാനെ.